കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേൽക്കുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 10 ദിവസത്തിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും അകത്തള ചർച്ചകൾക്കും ഒടുവിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. 102 സീറ്റുകൾ നേടി എല്ലാ പ്രതീക്ഷകളെയും മറികടക്കുന്ന വമ്പൻ വിജയമാണ് UDF ഇത്തവണ കൈപ്പിടിയിലാക്കിയത്. 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനരോക്ഷം തീർച്ചയായും ഈ വിജയത്തിന് ആക്കമേറ്റിയിട്ടുണ്ട്. അതിനൊപ്പം പ്രകടന പത്രികയിൽ UDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളും ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വാഗ്ദാനങ്ങളും അത് നടപ്പാക്കുന്നതിന് വി.ഡി. സതീശന് മുന്നിലുള്ള വെല്ലുവിളികളും പരിശോധിക്കാം. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന വി.ഡി. സതീശനെ കാത്തിരിക്കുന്നത് അതീവ സങ്കീർണമായ ഭരണ സാഹചര്യമാണ്. കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ സർക്കാരിൻ്റെ ആദ്യ പരീക്ഷണം. സംസ്ഥാനത്തിൻ്റെ കടബാധ്യത ഉയരുകയും വരുമാന ചെലവ് അന്തരം വലുതാകുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ആവശ്യമായ സാമ്പത്തിക ഉറവിടം കണ്ടെത്തുകയെന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാകും. 2025 ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വളർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 6.19% GSDP വളർച്ചയാണ് കേരളം നേടിയിരുന്നത്. തമിഴ്നാടിൻ്റെ GSDP വളർച്ച ഇതിൻ്റെ ഇരട്ടിയോളമായിരുന്നു എന്നോർക്കണം. ആകെ വാർഷിക GSDPയുടെ 33.4% വരും സംസ്ഥാനത്തിൻ്റെ കടബാധ്യത. ശമ്പള പെൻഷൻ ചെലവുകൾ, ക്ഷേമ പദ്ധതികളുടെ ബാധ്യത, കേന്ദ്ര സർക്കാരുമായുള്ള സാമ്പത്തിക തർക്കങ്ങൾ, GST നഷ്ടപരിഹാരത്തിലെ അനിശ്ചിതത്വം എന്നിവ സംസ്ഥാന ധനകാര്യ മേഖലയെ ഇതിനകം സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് UDF പ്രകടന പത്രികയിലെ വമ്പൻ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ബാധ്യത പുതിയ സർക്കാരിന് മുന്നിലുള്ളത്. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയെ ഉയർത്തുമെന്ന പ്രഖ്യാപനം മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്നവരുടെയും വലിയ ശ്രദ്ധ നേടിയിരുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകൽ എന്നിവയും പ്രധാന വാഗ്ദാനങ്ങളിലുണ്ട്. ഇതിൽ ക്ഷേമ പെൻഷൻ പദ്ധതി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ 62 ലക്ഷത്തോളം ആളുകൾക്ക് പ്രതിമാസം 2000 രൂപയാണ് ക്ഷേമ പെൻഷനായി സംസ്ഥാനത്ത് നൽകുന്നത്. 1240 കോടി രൂപ ഇതിനായി പ്രതിമാസം കണ്ടെത്തണം. UDF വാഗ്ദാന പ്രകാരം 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചാൽ 1860 കോടി രൂപയായി പ്രതിമാസം കണ്ടെത്തേണ്ട തുക ഉയരും. ഒരു വർഷം ക്ഷേമ പെൻഷനുകൾക്കായി മാറ്റിവെക്കേണ്ട തുക ഏകദേശം 22,000 കോടി രൂപയിലേറെ വരും. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്രാ പദ്ധതി പ്രതിമാസം 3 കോടി രൂപയുടെ അധിക ആഘാതം പുതിയ സർക്കാരിന് മേൽ ഏൽപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ക്ഷേമ പെൻഷന് കണ്ടെത്തേണ്ട തുകയുമായി തട്ടിക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ്. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി നൽകുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വാഗ്ദാനം. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡ് നൽകുമെന്ന് UDF പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതും വലിയ തുക കണ്ടെത്തേണ്ട പദ്ധതികളാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വലിയൊരു പങ്ക് ഇത്തവണ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. വിലക്കയറ്റത്തിൻ്റെ കാലത്ത് 5.5 ലക്ഷത്തോളം എണ്ണത്തിൽ വരുന്ന അവരുടെ പ്രതീക്ഷ ശമ്പളത്തിൻ്റെയും മറ്റ് അലവൻസുകളുടെയും കാര്യമായ വർധനയാണ്. പെൻഷനും ശമ്പളത്തിനുമായി വരുമാനത്തിൻ്റെ പാതിയിലേറെ ചെലവഴിക്കുന്ന സംസ്ഥാനത്ത് ഈ അമിത പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്താൻ വി.ഡി. സതീശൻ സർക്കാരിന് ആവുമോ എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആശുപത്രികൾ ആരംഭിക്കുമെന്നും BPL കുടുംബങ്ങളിലെ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉറപ്പാക്കുമെന്നും UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് ബെഡ് അവകാശമാക്കി മാറ്റും. ആശാവർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയായി ഉയർത്തുമെന്നും വാഗ്ദാനമുണ്ട്. നിലവിൽ പ്രതിദിനം ഏകദേശം 300 രൂപയാണ് ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ 30,000-ൽ അധികം വരുന്ന ആശാവർക്കർമാരുടെ വേതനം പ്രതിദിനം 700 രൂപയാക്കിയാൽ സർക്കാരിന് ഓരോ മാസവും ഏകദേശം 1.25 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയുണ്ടാവും. വിദ്യാഭ്യാസ മേഖലയിലും നിരവധി വാഗ്ദാനങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനായി KR നാരായണൻ സ്കോളർഷിപ്പ് പദ്ധതി, കോളേജുകളിലെ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് ആക്ട്, വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് സഹായകരമായ സ്റ്റുഡൻസ് ഡിസ്ട്രസ് ആപ്പ് എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. കാർഷിക മേഖലയ്ക്കായി പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്നും UDF പ്രഖ്യാപിച്ചിരുന്നു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് മുന്നണി വ്യക്തമാക്കിയിരുന്നു. ഇത്തരമൊരു ബജറ്റ് സർക്കാരിൻ്റെ ചെലവുകൾക്ക് മേൽ അധിക ആഘാതം ഏൽപ്പിക്കുന്നതാവും. റബ്ബറിന് സബ്സിഡി നൽകി വില കിലോയ്ക്ക് 300 രൂപയിലേക്ക് എത്തിക്കുമെന്നും നെല്ലിൻ്റെ താങ്ങുവില 35 രൂപയിലേക്ക് ഉയർത്തുമെന്നും വാഗ്ദാനമുണ്ട്.
മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ സബ്സിഡിയും വള്ളങ്ങൾക്കുള്ള ഇന്ധന സബ്സിഡിയും നൽകുമെന്ന വാഗ്ദാനവും തീരദേശ മേഖലയിൽ വലിയ ചർച്ചയായിരുന്നു. ഇന്ധനത്തിന് തീ പിടിച്ചു നിൽക്കുന്ന ഈ കാലത്ത് ഈ പദ്ധതിയും സർക്കാരിൻ്റെ കീശ കാര്യമായി ചോർത്തിയേക്കും. തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നൽകി UDFനെ അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ഇപ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ നടപ്പാക്കലാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ എല്ലാ പദ്ധതികളും എത്ര വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യചിഹ്നമാണ്. കടം പെരുകി 4.8 ലക്ഷം കോടി രൂപയിലെത്തി നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇതിനിടെയാണ് പുതിയ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ കടന്നുവരുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് 37,000 കോടി രൂപയുടെ സ്പെഷ്യൽ ഗ്രാന്റ് ലഭിച്ചിരുന്നു. ഇത്തവണ ധനകാര്യ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു സഹായത്തിൻ്റെയും സൂചന നൽകിയിട്ടില്ല. ഈ വർഷം ഡിസംബർ വരെ 23,000 കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6,500 കോടി രൂപ കുറവാണ് ഈ തുക. സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണിത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 4,700 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞു. ഇനി പുതിയ സർക്കാരിന് ഡിസംബർ വരെ ശേഷിക്കുന്നത് 18,300 കോടി രൂപ മാത്രമാണ്. ജനങ്ങളുടെ പ്രതീക്ഷ, പാർട്ടിക്കുള്ളിലെ ഐക്യം, സാമ്പത്തിക നിയന്ത്രണങ്ങൾ, വികസന വാഗ്ദാനങ്ങൾ എന്നീ 4 ഘടകങ്ങൾക്കിടയിലെ സന്തുലിതാവസ്ഥ കണ്ടെത്തുകയാണ് പുതിയ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പുതിയ സർക്കാരിന് എത്രത്തോളം സാധിക്കുമെന്നതാണ് ഇനി സംസ്ഥാനം ഉറ്റുനോക്കുന്നത്.